നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തത്സമയം ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരവുമുണ്ട്. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ, അതുപോലെ നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ അതൊക്കെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യാം. അതിനുള്ള നമ്പർ വഴിയെ പറയാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങുന്നു പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, അധികൃതരുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ വരണം എന്നാഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 0484 28300510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അയക്കാം. ആ വാർത്തയുമായി ബന്ധപ്പെട്ട ചെറിയൊരു കുറിപ്പ്, അതുമായി ബന്ധപ്പെട്ട ദൃശ്യം, അത് വാട്സാപ്പിൽ അയക്കാം. അതിനുള്ള വാട്സാപ്പ് നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് 41ാം ദിവസത്തിലാണ്. നിരാഹാര സമരം എന്ന നിലയിലേക്ക് അത് മാറിയിട്ട് ഇന്നേക്ക് 3ാം നാൾ. പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. കൂട്ട ഉപവാസത്തിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നു സമരക്കാർ. ഈ മാസം 24-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ 24 മണിക്കൂർ കൂട്ട ഉപവാസമിരിക്കും. ആശാ വർക്കേഴ്സ് ഉയർത്തുന്ന വിഷയത്തിൽ കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നും ആവർത്തിച്ചു. സമരത്തിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്താനില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പ്രതികരണം. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം തുടരുന്നതിനിടെയാണ് ആശാ വർക്കേഴ്സിന്റെ പുതിയ നീക്കം. ഈ മാസം 24-ന് കൂട്ട ഉപവാസം ഇരിക്കാനാണ് തീരുമാനം. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ നിരാഹാര സമരം ഇരിക്കുന്നവർക്കൊപ്പം കൂട്ട ഉപവാസം ഇരിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ടാകും. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 24-ാം തീയതി ഇവിടെ കടന്നെത്തുന്ന മുഴുവൻ ആശാ വർക്കർമാരും അതോടൊപ്പം നമ്മളെ പിന്തുണച്ചു വന്ന മുഴുവൻ സംഘടനകളും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കൂട്ട ഉപവാസമാണ്. അന്നേ ദിവസം ജില്ലകളിൽ അതത് സെന്ററുകളിൽ ആശാ വർക്കർമാർ ഈ ഉപവാസത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ നിരാഹാര സമരം തന്നെ അതൊരു സംസ്ഥാനതല നിരാഹാരമായി മാറാൻ പോവുകയാണ്. അതിനിടെ സമരത്തിൽ നിലപാട് തിരുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന് എടുത്തുചാടി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് പുതിയ നിലപാട്. അവരുടെ ആത്മാർത്ഥമായിട്ടാണ് പോയത്. ആ ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാവും. പറയാനുള്ളത് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞല്ല, പറഞ്ഞത് തന്നെയാണ്. ആശമാർക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാൻ ഒന്നുമില്ലെന്നും അതിന് നട്ടല് വേണമെന്നുമായിരുന്നു മന്ത്രി R ബിന്ദുവിന്റെ വിമർശനം. കേന്ദ്ര ഗവൺമെന്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലപാട് ആവർത്തിച്ചു. രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിലുള്ള ഓണറേറിയം ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് തന്നെ സംസ്ഥാനം കാണുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകണം. ഇൻസെന്റീവ് കൂട്ടണം എന്ന് പറയുമ്പോൾ 100 രൂപ കൂട്ടിയാൽ 60 രൂപ കേന്ദ്രം, 40 രൂപ സംസ്ഥാനം. രാപ്പകൽ സമരത്തിന്റെ 41ാം ദിവസവും നിരാഹാര സമരത്തിന്റെ 3ാം ദിവസവുമായി ഇന്ന് വീണ്ടും കോൺഗ്രസ് നേതാക്കളായ K മുരളീധരൻ, VM സുധീരൻ എന്നിവർ സമരപ്പന്തലിലെത്തി. സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച് കാസർഗോഡ് നിന്നുള്ള ആശാ വർക്കേഴ്സ് കന്നഡയിൽ മുദ്രാവാക്യം വിളിച്ചെത്തി. സമരക്കാരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി യോഗത്തിന് ക്ഷണിക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. BJP സ്പോൺസർ ചെയ്യുന്ന സമരമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. സമരം 41 ദിവസം പിന്നിടുമ്പോഴും ആശമാർക്ക് ആശാവഹമായ ഒന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്നില്ല. കേന്ദ്രമന്ത്രിയുമായുള്ള ആരോഗ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. വയനാട് കളക്ടറേറ്റ് ഇന്നും വലിയൊരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. അത് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം നടന്നത്. 27-ന് എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിടും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 25-ന് വിഷയം ചർച്ച ചെയ്യാൻ ലേബർ കമ്മീഷണർ യോഗം വിളിച്ചിട്ടുണ്ട്. 40 വർഷമായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കൊളുന്തുനുള്ളിയ തൊഴിലാളികൾക്ക് പോലും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് പരാതി. ഇതേ തുടർന്ന് നിരവധി സമരങ്ങൾ നടന്നു. എന്നിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല.
മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെ പ്രതീക്ഷയോടെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കണ്ടത്. സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ തുകയിൽ നിന്ന് തങ്ങൾക്ക് തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇതിനൊരു വ്യവസ്ഥ പോലും ഉണ്ടാക്കാൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും വിരമിക്കൽ ആനുകൂല്യവും അടക്കം തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി സമരങ്ങൾ അനവധി നടന്നിട്ടും മാനേജ്മെന്റ് കനിഞ്ഞില്ലെന്നാണ് പരാതി. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. അന്നേരം ഏതെങ്കിലും IAS-കാർക്കാണ്, ഇപ്പോൾ സുഹാസ് IAS-നാണ് ചുമതല എന്ന് പറഞ്ഞു നിർമ്മാണത്തിൻ്റെ. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്കറിയില്ല, അതൊക്കെ മുമ്പിലിരുന്നവർ ആലോചിക്കണം എന്ന് പറയും. അപ്പോൾ ഭൂമി അവിടെ നിന്ന് ഏറ്റെടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ ഭൂമി ഏറ്റെടുത്ത് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അവിടെ ജോലി ചെയ്യുന്ന, ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഭാവിയെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനം ഉണ്ടാവണം. പുനരധിവാസത്തിന് തങ്ങൾ തടസ്സമല്ലെന്നും തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നുമാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. ബന്ധപ്പെട്ടവരുടെ മുമ്പിലൊക്കെ വെച്ചതാ, അനേകമായി തൊഴിലാളികൾ ശബ്ദിക്കുന്നു. അതുകൊണ്ട് ഇത് പരിഹാരമുണ്ടാക്കണം. പരിഹാരമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങുന്ന വിഷയമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ ഈ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. 160 തൊഴിലാളികൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത്. സർക്കാർ ഇടപെടലിനായി കാത്തിരിക്കുകയാണ് തൊഴിലാളികൾ. ഈ മാസം 25-ന് വയനാട് കളക്ടറേറ്റിൽ ലേബർ കമ്മീഷണർ ചർച്ച നടത്തുന്നുണ്ട്. ഇതിൽ മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് സൂചന. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി സമരങ്ങൾ കണ്ട എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇന്ന് അതിജീവന പോരാട്ടത്തിലാണ്. പുനരധിവാസത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കാണാം. അനുകൂല്യം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയേ വേണം. ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ അതിനതിന് തുടർച്ചയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ത് കാര്യത്തിനായാലും. ഞങ്ങൾക്ക് എത്രയും വർഷങ്ങൾ ഞങ്ങൾ പണിയെടുത്ത പൈസ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കാര്യമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു മരണപ്പെട്ട എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, ഓല പൈസയും കിട്ടിയിട്ട് ഞങ്ങളിതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അത് 42 വർഷം സ്റ്റേറ്റിൽ തൊഴിലാളി ആയിട്ട് ജോലി ചെയ്തതാണ്. ഞങ്ങൾക്ക് 2014 ഒക്ടോബറിൽ ഞങ്ങൾ PF അടച്ചതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ PF അടച്ചിട്ടില്ല. ഞാനൊക്കെ എസ്റ്റേറ്റിൽ നിന്ന് പിരിഞ്ഞത് എനിക്ക് പെൻഷൻ കിട്ടണില്ല PF അടക്കാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടാതെ അവിടെ പുനരധിവാസത്തിന് ഞങ്ങൾ സമ്മതിക്കൂല. അല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കൽ പുനരധിവാസത്തിന് യാതൊരു എതിർപ്പില്ല. അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ മന്ത്രി എന്ത് ചെയ്യണം? ഒരു ഭരണാധികാരിയായ നിലയ്ക്ക് ആ ഭരണാധികാരി ഇയാളെ ആ രീതിയിലേക്ക് വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടിയിട്ടുണ്ട്. അത് മന്ത്രി ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ്. വളരെ ദയനീയമാണ്. 14 തുടങ്ങിയില്ലേ, 14 തുടങ്ങിയ പ്രശ്നങ്ങൾ, അത് ഒരുപാട് കാര്യങ്ങൾ. ഇയാൾ ഓരോ വർഷവും അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞാൽ തരൂല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പോക്ക് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഈ ചൂരൽമല പ്രശ്നത്തിൽ ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ്. മറ്റേ മുഴുവൻ ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. തരാമെന്ന് പറഞ്ഞാൽ തരുന്നില്ല. കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ചത് പുഴുവരിച്ചരി. 18 ചാക്ക് അരിയാണ് പുഴുനിറഞ്ഞ നിലയിലുള്ളത്. സംഭവം വിവാദമായതിന് പിന്നാലെ പഴകിയ അരിച്ചാക്കുകൾ മാറ്റി പുതിയത് വിതരണത്തിനെത്തിക്കാമെന്ന് റേഷൻ ഇൻസ്പെക്ടർ അറിയിച്ചു. NGO ക്വാർട്ടേഴ്സിന് സമീപത്തെ റേഷൻ കടയിലാണ് പുഴുവരിച്ച പച്ചരി വിതരണത്തിനെത്തിച്ചത്. 18 ചാക്കിലെ അരിയാണ് ഇത്തരത്തിൽ പുഴുവരിച്ചിട്ടുള്ളത്. NGO ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന KV ഫ്രാൻസിസ് 3 കിലോ പച്ചരി വാങ്ങിയപ്പോഴാണ് പുഴുവരിച്ച നിലയിൽ കണ്ടത്. 18ഓളം ചാക്കുകളിലെ അരിയാണ് ഇത്തരത്തിൽ പുഴുവരിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പച്ചരിയിൽ അരി കുറവാണ്, പുഴുവിൻ്റെ കൂടുമാണ് കൂടുതൽ. 3 കിലോ അരി വാങ്ങിച്ചു, അത് ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ വന്നേക്കുന്നത്. ഞാൻ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വിളിച്ച് പരാതി പറഞ്ഞു. കഴിഞ്ഞ മാസം അവസാനമാണ് ഈ അരി വിതരണത്തിനെത്തിച്ചത്. നേരത്തെ എത്തിച്ച അരി ബാക്കിയുള്ളതിനാൽ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചതെന്ന് കടയുടമ പറയുന്നു. നമുക്ക് മുൻകൂട്ടിയുള്ള ഉത്തരവാണ് മോശമായ അരി ഒരാൾക്കും കൊടുക്കരുതെന്നുള്ള ഉത്തരവ് മുൻകൂട്ടിയുള്ളതാണ്. ഒരു കസ്റ്റമറിന് മോശമായ അരി തിരിച്ച് അയക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യാറ്. വേറെ ചാക്കുണ്ടായിരുന്നു, അതിൻ്റെ 2 ആഴ്ച മുമ്പ് വന്ന ചാക്കുണ്ടായിരുന്നു, അത് പൊട്ടിച്ചത്. ഇത് പൊട്ടിക്കാൻ തുടങ്ങിയവരാണ് ഇത് കണ്ടത്. പിന്നെ ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുഴുവരിച്ച അരി തിങ്കളാഴ്ച തിരികെ കൊണ്ടുപോകുമെന്ന് റേഷൻ ഇൻസ്പെക്ടർ അറിയിച്ചു. അതേസമയം FCI ഗോഡൌണിൽ അവശേഷിച്ച അരിയാണ് വിതരണം ചെയ്തതെന്നും മാർച്ച് 31-നകം കൊടുത്തു തീർക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് വിശദീകരിക്കുന്നു. പുഴുവരിച്ച പച്ചരി എങ്ങനെ വിതരണത്തിനെത്തി? കൃത്യമായ അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം.
രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എറണാകുളം കത്രക്കടവിൽ വ്യാപാര സമുച്ചയത്തിന് തീപിടിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആളപായമില്ല. മംഗലത്ത് ടൂൾ ആൻഡ് ഹാർഡ്വെയർ എന്ന സ്ഥാപനത്തിലാണ് ആദ്യം തീപിടിച്ചത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമൽ സുരേന്ദ്രൻ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. റീജിത്ത്, ഒരു വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ആ തീപിടുത്തത്തിന്റെ ആഘാതം അത്രമാത്രം ഇവിടങ്ങളിൽ ബാധിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ന് മഴയുണ്ടായിരുന്നു. പിന്നെ സമയോചിതമായിട്ട് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു അപായം ഇവിടെ ഉണ്ടാവാതെ പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആർക്കും പരിക്കുമില്ല. ഇന്ന് 4:15 കൂടിയാണ് ഇവിടെ അപകടമുണ്ടാകുന്നത്. കത്രിക്കടവിലുള്ള മംഗലത്ത് സ്റ്റോഴ്സ് എന്ന ഹാർഡ്വെയർസും പെയിന്റും ഒക്കെ വിൽക്കുന്ന ഒരു കടയിലാണ് ആദ്യമായിട്ട് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആവാം ഇത്തരത്തിലുള്ള വലിയൊരു തീപിടുത്തം ഉണ്ടാവാൻ കാരണമെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന കടകൾക്കും തീ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, ചേട്ടാ എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായത്, എങ്ങനെയായിരുന്നു? എനിക്കറിയത്തില്ല, 4:45 ആയി കാണും. നിങ്ങളിപ്പോ ഇവിടെ തീ പിടിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? ആളുകൾ ഞാൻ അറിഞ്ഞിട്ട് രണ്ടാമത് വന്നതാണ്. ഇവിടുത്തെ കുറച്ച് സ്റ്റാഫുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവർ നോക്കുമ്പോൾ ഒരുപാട് കറുത്ത പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയി. ഇപ്പം എന്തോ ഷോർട്ട് സർക്യൂട്ട് ആയതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കടയ്ക്കുള്ളിൽ ഒരുപാട് പെയിൻറ്റ്, സ്പ്രേ പെയിൻറ്റ്, അതുപോലെ തിന്നറുകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തീ ആൾ കത്തുകയാണ് ഉണ്ടായത്. വലിയൊരു അപകടം തന്നെയാണ് ഇന്നലെ. അത്യാവശ്യം വലിയൊരു അപകടമാണ്. ആളപകടങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ഒരുപാട് അത്യാവശ്യം നല്ലൊരു അപകടമാണ് ഉണ്ടായത്. അതുപോലെ അകത്ത് ഒരുപാട് പുകയും കാര്യങ്ങളൊക്കെ വന്ന് ആ ചുമര് ഇപ്പോഴും ചൂടുണ്ട്. ചുമരിൽ അതുപോലെ ഒരുപാട് വെടിച്ച് കീറിയിട്ടുണ്ട് ചുമര്. ഇവിടുത്തെ ചുറ്റുപാടും ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനെല്ലാം തീ പിടിച്ചിരിക്കുകയാണ്. കേബിൾ ലൈനുകളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. ഏകദേശം ഇവിടങ്ങളിലെല്ലാം താൽക്കാലികമായിട്ട് വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ തീപിടുത്തത്തിന്റെ കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അമൽ സുരേന്ദ്രൻ സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപമായി വാങ്ങിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങളോ മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ട സംവിധാനങ്ങളോ ഒരുക്കാതെ തൃക്കാക്കര നഗരസഭ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന പരാതിയിലാണ് നഗരസഭയുടെ ഫിഷ് മാർക്കറ്റിലെ കച്ചവടക്കാർ. പലതവണ വിഷയം നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആക്ഷേപം. വാടക ഇനത്തിൽ 5000 രൂപ നൽകുമ്പോഴും കടകളിൽ വൈദ്യുതിയില്ല. മാലിന്യം കൊണ്ടുപോകാൻ പോലും സംവിധാനം ഒരുക്കുന്നില്ല എന്നും കച്ചവടക്കാർ പറയും. 3 ലക്ഷം രൂപ നിക്ഷേപവും മാസവാടകയായി ആയിരങ്ങളും വാങ്ങുമ്പോൾ നഗരസഭയിലെ ഫിഷ് മാർക്കറ്റിലുണ്ടാകുന്ന മാലിന്യങ്ങൾ സംഭരിക്കാൻ തൃക്കാക്കര നഗരസഭ തയ്യാറാകുന്നില്ല. മാലിന്യമുക്ത കേരളത്തിനു വേണ്ടി തൃക്കാക്കര നഗരസഭയിൽ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഇവിടെയുള്ള കച്ചവടക്കാർ ദുരിതം അനുഭവിക്കുന്നത്. തൃക്കാക്കര നഗരസഭാ കാര്യാലയത്തിന്റെ 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നഗരസഭയുടെ ഫിഷ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് പോലെയുള്ള കടമുറികളാണ് കച്ചവടക്കാർക്ക് വേണ്ടി നഗരസഭ ഒരുക്കി നൽകിയത്. ലക്ഷക്കണക്കിന് രൂപയാണ് കടമുറികൾക്കായി അഡ്വാൻസായി നൽകിയത്. കടകളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും മലിനജലം ഒഴുകിപ്പോകുന്നതിനും വേണ്ട ഒരു സജ്ജീകരണവും നഗരസഭ ഒരുക്കിയിട്ടില്ല എന്ന് കച്ചവടക്കാർ കുറ്റപ്പെടുത്തുന്നു. വേസ്റ്റ് ഒന്നും അവരെടുക്കാൻ മുനിസിപ്പാലിറ്റി വരുന്നില്ല. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് പറയുവാണെങ്കിൽ ഒരു ബാത്റൂം സൗകര്യം, നമുക്ക് പ്രാഥമികമായിട്ടുള്ളൊരു ബാത്റൂം സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. വെള്ളം തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത ദിവസം വന്നത് അത് എല്ലാ സമയം വരുന്നുമില്ല. പിന്നെ വെട്ടം, ഈ ലൈറ്റുകളൊന്നും തെളിയുന്നില്ല. വേസ്റ്റ് കൊണ്ടുപോകുന്നില്ല. പിന്നെ റൂമുകൾക്കാണ് ഇവിടെ കൊടുത്തതിൽ ഭയങ്കര തിരിമുറി നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് 40-45 വർഷമായി. വലുതും ചെറുതുമായ കടമുറികൾ ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരേ വാടക നിശ്ചയിച്ചതിലും കടമുറികൾ അനുവദിച്ചു നൽകിയതിലും വലിയ അഴിമതി നടന്നുവെന്നാണ് കച്ചവടക്കാരുടെ ആരോപണം. നഗരസഭ ഒരുക്കി നൽകേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെ ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ കടകളിലെത്തി നിരന്തരം ശല്യമുണ്ടാക്കുന്നതായും കച്ചവടക്കാർ പറയുന്നു. ഇങ്ങനെ കച്ചവടക്കാരെ പേടിപ്പിച്ച് നടക്കുന്ന ഹെൽത്ത് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൈക്കൂലി വാങ്ങിയ വീഡിയോയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒരു തരത്തിലും കടകൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് കച്ചവടക്കാർ. 5-6 കടയേറ്റവും വലുത്, ബാക്കി ചെറുത്. അതിൽ അവിടെ കൊടുക്കുന്ന അതേ റേറ്റ് തന്നെ ഞങ്ങളും കൊടുക്കണം. വാടകയും ഡിപ്പോസിറ്റും എല്ലാം ഒരേപോലെയാണ്. അപ്പം പിന്നെ ഇതാണെന്ന് വെച്ചാൽ ഒരു സുരക്ഷയെന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. എല്ലാ വാഹനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് പിന്നെ ബാത്റൂമില്ല. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കത്തിയതാണ്, ഉദ്ഘാടനത്തിൻ്റെ അന്നത്തെ കത്തി. പിന്നെ ഇന്ന് വരെ ഇത് കത്തിയിട്ടില്ല. വെള്ളമില്ല, ബാത്റൂമില്ല.
അങ്ങനെ മനുഷ്യന് വേണ്ട ഒരു ഇതുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും വൻ അഴിമതി നടന്നിട്ടുണ്ട്. വാടക ഇനത്തിൽ മാസം 5000 രൂപയിലധികം നൽകുന്നുണ്ടെങ്കിലും കടമുറികളിൽ വൈദ്യുതി എത്തിച്ചു നൽകാൻ പോലും നഗരസഭ തയ്യാറായിട്ടില്ല എന്നും ഫിഷ് മാർക്കറ്റിന് മുന്നിലെ ലൈറ്റുകൾ തെളിയാതായിട്ട് കാലങ്ങളായി എന്നും കച്ചവടക്കാർ പറയുന്നു. നഗരസഭ ചെയ്യേണ്ട ജോലികൾ നഗരസഭ ചെയ്യാതെ കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് ഏറ്റവും ഒടുവിലായി ഇടുക്കിയിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ ഇടുക്കി പന്നിയാർകുട്ടിയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂളിൻ്റെ 400ഓളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി. കുട്ടികളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് സുരക്ഷിതമായി മാറ്റിയിരുന്നതിനാൽ അപകടം ഒഴിവാവുകയും ചെയ്തു. ആളപായം ഉണ്ടായിട്ടില്ല. അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 3 വയസ്സുകാരൻ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച സംഭവത്തിൽ സിയാലിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ്. മാലിന്യക്കുഴിയുടെ കരാർ ചുമതലയുള്ളവരെ മാത്രം പ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ മാസം 7-നാണ് രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിത്താൻ മരിച്ചത്. കേരളത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ രാജസ്ഥാൻ ദമ്പതികളുടെ 3 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുട്ടിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തുവെച്ചുണ്ടായ അപകട മരണത്തിൽ സംസ്ഥാനം ഒന്നാകെ നാണിച്ച് തല താഴ്ത്തേണ്ടതുണ്ട്. വിനോദയാത്രയ്ക്കായി മാതാപിതാക്കളോടൊപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ 3 വയസ്സുകാരൻ വിമാനത്താവളത്തിന് മുന്നിലെ മാലിന്യക്കുഴിയിൽ വീണു മരിച്ച സംഭവത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ മാസം 7-നാണ് രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിതാൻ മാലിന്യക്കുഴിയിൽ വീണു മരിച്ചത്. സംഭവത്തിൽ സിയാലിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായും പരാതി ഉയർന്നിരുന്നു. ഈ വിഷയം ഉൾപ്പെടെ പരിഗണിച്ചാവും കുറ്റപത്രം സമർപ്പിക്കുക എന്നാണ് പോലീസ് അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് മാലിന്യക്കുഴിയുടെ നിർമ്മാണം നടത്തിയ കരാറുകാരെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ സിയാലിനുണ്ടായ വീഴ്ച മറച്ചുവെച്ച് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ശ്രമം നടന്നതായാണ് ആരോപണം. അതേസമയം സിയാലിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് പോലീസും പറയുന്നു. തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് സിയാൽ തടിയൂരുമ്പോഴും ഈ കുഞ്ഞിന്റെ മരണത്തിൽ ഉത്തരവാദിത്വം പറയുവാൻ എല്ലാ മലയാളികളും ബാധ്യസ്ഥരാണ്. ക്യാമറമാൻ സന്തോഷ് ചേകവർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ ഇടുക്കി പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം. കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂളിന്റെ 400ഓളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി. അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ആളപായമുണ്ടായില്ല. മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും കൃഷിനാശവും ഉണ്ടായി. മരം ഒടിഞ്ഞു വീണ ഒരു വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആദ്യം ഒരു പ്രതികരണം കാണാം. ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് മഴയോട് കൂടി അതിശക്തമായ കാറ്റെന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ് അടിച്ചേക്കുന്നത്. അതടിച്ച് മുറ്റത്ത് നിന്ന് വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ വിലയുടെ മുഖത്തേക്ക് അടിച്ച് വീഴിച്ചു. പറമ്പുണ്ടായിരുന്ന കായ്ച്ചുകൊണ്ടിരുന്ന ജാതി, ഏലം, കപ്പുലാവ്, അങ്ങനത്തെ എല്ലാ കൃഷി അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളെല്ലാം പടത്തി ഇട്ടിരിക്കുകയാണ് പറമ്പിലേക്ക്. ഒരു അതിഭയങ്കരമായ എൻ്റെ ജീവിതത്തിൽ ഇത് കൊണ്ട് കാറ്റ് കണ്ടില്ല. ആ ചുഴലിക്കാറ്റ് അടിച്ചതിപ്പോൾ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, വിശദാംശങ്ങൾ. രാഹുൽ. രജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വ്യാപകമായിട്ടുള്ള മഴയും കാറ്റുമായിരുന്നു ഈ രാജാക്കാട് മേഖലയിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വ്യാപക നാശനഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂളിലെ നാശനഷ്ടം അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അപകടമാണ് നമുക്ക് ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്. സ്കൂളിന്റെ 400 ഓടുകൾ ആ കാറ്റിൽ പറന്നുപോയി. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾക്ക് അവധി കൊടുത്തിരുന്നുകൊണ്ട് ഇന്ന് പ്രവൃത്തി ദിനമായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കാനായി പോയ സമയത്താണ് ഈ ഓടുകളൊക്കെ പറന്നു പോയത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമായിരുന്നു. മാത്രമല്ല ഉടൻ തന്നെ ഇവരെ ഈ തൊട്ടടുത്തുള്ള പള്ളി വക കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്കുണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സ്കൂളിനോട് ചേർന്നുള്ള ഈ പള്ളിയോട് തൊട്ട് ചേർന്നുള്ള ഒരു വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ഈ കാറ്റായിരുന്നു ഒരു ലക്ഷ്യമില്ലാതിരുന്ന് ആ പ്രദേശത്തുള്ള വീടുകൾക്കൊക്കെ ഈ കാറ്റുകൊണ്ട് വ്യാപകമായിട്ട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല കൃഷിയിടങ്ങളിലൊക്കെ വലിയ തരത്തിൽ മരം ഒടിഞ്ഞു വീണ് കൃഷിവിളകളൊക്കെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നിലവിൽ മഴ മാറി ശാന്തമായിട്ടുണ്ട് അന്തരീക്ഷം എന്നുള്ളതാണ് പ്രധാനം.
ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടത്. അവിടെ സ്കൂളിൻ്റെ മേൽക്കൂര എന്ന നിലയിലുള്ള ഓടുകളൊക്കെ പാറിപ്പോകുന്നു, വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. രാഹുൽ വിജയൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വേനൽ മഴ ശക്തമായതോടുകൂടി നെൽകർഷകർ വീണ്ടും ദുരിതത്തിലാണ്. മില്ലുടമകൾ കൂടുതൽ കിഴിവ് ചോദിച്ചു തുടങ്ങിയതോടെ പലയിടങ്ങളിലെയും നെല്ല് സംഭരണം താളം തെറ്റി. സർക്കാർ ഇടപെടൽ വൈകിയതോടെ പ്രതിഷേധത്തിലാണ് കർഷകർ. കഴിഞ്ഞ ആഴ്ച വരെ കടുത്ത വേനലായിരുന്നു. അന്ന് 3 മുതൽ 5 കിലോ വരെ നെല്ലിന് മില്ലുകൾ കിഴിവ് ചോദിച്ചു. ഇതു നൽകാത്തതിന്റെ പേരിൽ നെല്ലു സംഭരിക്കാതെ കർഷകരെ മില്ലുകൾ ബുദ്ധിമുട്ടിച്ചു. സംഭരണം വൈകിപ്പിച്ച് ഇപ്പോൾ മില്ലുടമകൾ ഉദ്ദേശിച്ചിടത്ത് കാര്യങ്ങളെത്തി. വേനൽ മഴ കടുത്തതോടെ കർഷകർ ഇരട്ടി ദുരിതത്തിലായി. മഴയിൽ നനഞ്ഞ നെല്ല് കിളിർക്കാതിരിക്കാൻ കർഷകർ നെട്ടോട്ടമോടുകയാണ്. പലയിടത്തും 20 കിലോ വരെ കിഴിവ് നൽകണമെന്നാണ് മില്ലുകൾ ആവശ്യപ്പെടുന്നത്. വേനൽ മഴ കൂടി ശക്തമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ഇപ്പം നനഞ്ഞ നെല്ലുകളെല്ലാം ഞങ്ങൾ മാറ്റി കുത്തിയിട്ട് നല്ല നെല്ല് വേറെ മൂടെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ സുരക്ഷിതമായിട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു മില്ലുകാർ പോലും ഇവിടെ സംഭരിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടില്ല. ഏജന്റുമാരെ ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നെല്ല് വേണ്ട. പിന്നെ ഇത് ആരെടുക്കും? ഇത് ആർക്കും നെല്ല് വേണ്ട പിന്നെ എന്തിനാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്? ആർക്ക് വേണ്ടി കൃഷി ചെയ്യുന്നു? ഈ രാജ്യത്തുള്ള ആൾക്കാരെ അന്ന കൂട്ടുന്ന ആൾക്കാരല്ല ഞങ്ങൾ കർഷകർ. ഞങ്ങൾക്കൊരു പരിഗണന തരുന്നില്ലല്ലോ ഇവിടുത്തെ ഭരണകൂടങ്ങൾ. പ്രശ്നം ഗുരുതരമായതോടെ പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. പാടി ഓഫീസുകൾക്ക് മുന്നിൽ സമരങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ 22 കിലോ കിഴിവ് കൊടുക്കണമെന്ന് പറയുന്നു. എന്തൊരു ന്യായം! 22 കിലോ അടിച്ചു മാറ്റാൻ കൊടുക്കണമെന്ന്. കിഴിവ് കൊള്ള. ഈ കിഴിവ് കൊള്ളയ്ക്ക് 3-4 കൂട്ടർ ഒരുമിച്ച് ചേരുകയാണ്. 1 മില്ല് ഉടമസ്ഥന്മാർ, 2 ജില്ലാ ഭരണകൂടം കോട്ടയത്ത്, 3 പാടി ഓഫീസർമാർ, പാടി ഓഫീസർ. ഇവർ ഈ 3 കൂട്ടരും കൂടി കിഴിവ് മില്ലുകാർക്ക് കൊള്ളയടിക്കാൻ, കിഴിവ് കൊള്ളയ്ക്ക് വേണ്ടി അടിക്കാൻ വേണ്ടി അവർ നിന്നു കൊടുക്കുകയാണ്. അവരതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. അതിനെതിരായിട്ടുള്ള സമരമാണ്. 30 ദിവസത്തിലധികമായി കൊയ്തിട്ട നെല്ലുവരെ സംഭരിക്കാതെ കിടപ്പുണ്ട്. പല പാടങ്ങളിലും ഇനിയും കൊയ്ത്തു നടക്കാനുമുണ്ട്. സപ്ലൈകോ ഉദ്യോഗസ്ഥരും മില്ലുടമകളും നെല്ലു സംഭരണത്തിൽ ഒത്തുകളിക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പലതവണ പറഞ്ഞ വിഷയമാണ്. കഴിഞ്ഞ കുറേ വർഷമായി കർഷകർ ഈ ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ലെന്ന ചോദ്യമാണ് കർഷകർ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ ദുരിതത്തിന് പരിഹാരമില്ലാതായതോടെ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് നെൽകർഷകർ. അവരത് സൂചിപ്പിക്കുന്ന പ്രതികരണം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. കൊയ്തിട്ട നെല്ല് സംഭരിക്കാതെ കിടക്കുന്നത് മൂലം വലിയ പ്രതിസന്ധിയിലാണ് അവരുള്ളത്. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. 24 ദിവസമായി ഞങ്ങളുടെ പാടയിൽ നിന്ന് കൊയ്തിട്ട് അതിൽ ഏകദേശം ഒരു 170 കിൻഡൽ ഏക്കറിൽ നെല്ലോളം എടുത്തുപോയി. ഇനി കേവലം ഒരു 6 ലോഡ് നെല്ല് ഞങ്ങൾക്ക് കിടപ്പുള്ളൂ. ഈ 6 ലോഡ് നെല്ലെടുക്കാൻ ഈ മില്ലോണർ വരുന്നില്ല. ഇന്നലെ പാടി ഓഫീസിലെ ഇതിൽ 2 മില്ലുകാർ വന്നിട്ട് അവർ 22 കിലോ കിഴിവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സൗജന്യമായിട്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കണം. ഏതായാലും കഴിയുന്നതും വേഗം സപ്ലൈകോയും മില്ലുകാരും കൃഷിക്കാരെ സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ കിഴിവിന് വേണ്ടി എപ്പോഴും ഇത് ഇങ്ങനെ സാധാരണ ഒരു സംഗതി ഉള്ളതാണ്. മഴ പെയ്യുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കുക. കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഭരണകൂടത്തെ നിർബന്ധിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഇപ്പം എന്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷി ചെയ്ത് അത് 4-5 മാസം മുമ്പ് തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. കിഴിവെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കിഴിവാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അതിൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഈ വർഷമാണ് അതിപ്രധാനമായിട്ടും ഇപ്പൊ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് 23 വയസ്സിൽ തുടങ്ങിയതാണ്. 70 വയസ്സായിട്ട് പോലും ഇതുപോലെ ഒരു അവസ്ഥ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ നെല്ല് കൊയ്തിട്ട് കഴിഞ്ഞാൽ നല്ല നെല്ല കൊയ്തിട്ട് കഴിഞ്ഞാൽ എടുക്കാനും അപ്പം താമസമാണ്. എത്രയും പെട്ടെന്ന് എടുത്ത് സഹായിക്കുകയാണ്. 1000 നന്ദി. അതേ നമുക്ക് പറയാനുള്ളൂ.
ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റുകളിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. ചോദ്യങ്ങളിലെ അക്ഷരപ്പിശകുകൾ സംബന്ധിച്ച വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. 24 ഇമ്പാക്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ് രാവിലെയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഈ കൂട്ടത്തോടെ അക്ഷരത്തെറ്റുകൾ ഇടം പിടിക്കുന്ന സാഹചര്യം, ബയോളജിയുടെ ചോദ്യപേപ്പറിൽ മാത്രം 20-ലധികം അക്ഷരത്തെറ്റുകൾ കടന്നുകൂടുന്ന സാഹചര്യം. ഗൗരവത്തോടു കൂടി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അതിനെ കാണുന്നു, അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ഉമേഷ്? തീർച്ചയായും ആദ്യം മലയാളം ചോദ്യപേപ്പറിലാണ് ഇത്തരം അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയത്. 27 ചോദ്യങ്ങളിൽ 14 ചോദ്യങ്ങളിലും അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ബയോളജി, ഒപ്പം ബയോളജിയിൽ തന്നെ പാർട്ട് എ പാർട്ട് ബി ഉണ്ട്, സുവോളജി ബോട്ടണി, ഈ രണ്ടിൽ ആകെ 20 ചോദ്യങ്ങളിൽ അക്ഷരത്തെറ്റുണ്ടായിരുന്നു. ഒപ്പം എക്കണോമിക്സ് പരീക്ഷയിൽ 2 അക്ഷരത്തെറ്റുകളും, ഈ എക്കണോമിക്സ് പരീക്ഷയ്ക്കൊപ്പം നടന്ന മറ്റൊരു പരീക്ഷയിൽ 6 അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ അക്ഷരത്തെറ്റുകൾ ഇതുവരെ നടപടിയെടുക്കാത്ത വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ രഹസ്യാത്മകമായി ചെയ്യുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവിധ ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകും. കാരണം ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്ക് പോലും ഏത് ചോദ്യപേപ്പറാണ് പരീക്ഷയ്ക്ക് നൽകുന്നത് എന്നതുപോലും അറിയാതിരിക്കാൻ ലോട്ടിട്ടെല്ലാം കൃത്യമായ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിലേത് ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ശ്രദ്ധക്കുറവുണ്ടായത് എന്നാണ് പ്രധാനമായി അന്വേഷിക്കുക. ഒപ്പം ഈ ചോദ്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യങ്ങളുടെ അക്ഷരത്തെറ്റ് കാരണം വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഇളവ് നൽകും. ആ ചോദ്യങ്ങൾ വാല്യുവേഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട ഇളവ് നൽകും. അതും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, അത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് പുരസ്കാരം. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ്, ആദ്യത്തെ എഴുത്തുകാരനാണ് അദ്ദേഹം എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. തൃശ്ശൂരിൽ പദമഴ എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് ഈ പദമഴ പെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ സൂരജ് സജി അല്പസമയത്തിനകം പങ്കുവയ്ക്കും എന്ന് നമുക്ക് കരുതാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഒരു കാലത്ത് തൃശ്ശൂരിൻ്റെ നിറസാന്നിധ്യമായിരുന്ന 2 സർക്കാർ തിയേറ്ററുകൾ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. കൈരളി ശ്രീ തിയേറ്ററുകളാണ് 23 മാസമായി അടഞ്ഞുകിടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നതാണ് തിയേറ്റർ തുറക്കാൻ വൈകുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2 വർഷം മുൻപാണ് കൈരളി ശ്രീ തിയേറ്ററുകൾ അടയ്ക്കുന്നത്. വെള്ളിത്തിരയുടെ നവ്യാനുഭവവുമായി തിരികെ എത്തുമെന്ന് കാത്തിരുന്നവർക്ക് പക്ഷേ ഇന്നും നിരാശ മാത്രം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഒന്നും നടപ്പായില്ല. ഈ ഒക്ടോബറിലെങ്കിലും തിയേറ്റർ തുറന്നു പ്രവർത്തിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. പണി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, മാത്രമേ പറയുള്ളൂ. കൈരളി ശ്രീ എന്ന് വെച്ച പേരുള്ളതാണ്, ആൾക്കാർക്ക് കയറണമെന്ന് നല്ലോണം പലരും ഇപ്പോഴും അന്വേഷിച്ചു വരുന്നുണ്ട്, തുറന്നോ ചെയ്തിട്ട്. 9 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് കൈരളി ശ്രീ തിയേറ്ററുകളിൽ നടക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 4K ലേസർ പ്രൊജക്ടർ, ബെൽജിയം നിർമ്മിത സോഫ ടൈപ്പ് ഇരിപ്പിടങ്ങൾ, കൂടുതൽ പേർക്ക് ഇരിക്കാവുന്ന ലോബിയോടുകൂടിയ വിശ്രമമുറി, ഫീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉണ്ടാവുക. സാങ്കേതിക മികവുകളും ഏറെ. പണി ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടുണ്ട്. സ്ലോവിലായിരുന്നു, ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടുണ്ട് പണി. പെട്ടെന്ന് തുറക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പൂർത്തിയാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ സ്പീഡായിട്ട് പണി, എറണാകുളം സ്ലോ ആയിരുന്നു, ഇപ്പോൾ സ്പീഡായിട്ട്. സാങ്കേതികവും പുതുമയും ഇടകലർന്ന ഇന്റീരിയർ സംവിധാനങ്ങളാണ് ഒരുക്കുക. ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനയുണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അവസാന നാളുകളിൽ 105 മുതൽ 120 രൂപ വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ഇതിൽ നിന്ന് വലിയ മാറ്റമുണ്ടാകില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. KSFDC തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ നവീകരിച്ച തിയേറ്റർ സമുച്ചയം അടുത്തിടെ തുറന്നിരുന്നു. അതിന് സമാനമായ സൗകര്യങ്ങളാണ് തൃശ്ശൂരിലും ഒരുക്കുക. നവീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയ ഡ്രോയിങ്ങിലെ പോരായ്മകൾ കാരണമാണ് തൃശ്ശൂരിലെ തിയേറ്റർ സമുച്ചയം വീണ്ടും തുറക്കാൻ വൈകിയത്. സ്വകാര്യ കമ്പനി തയ്യാറാക്കിയ പ്ലാൻ KSFDCക്ക് സ്വീകാര്യമായില്ല. പിന്നീട് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ എഞ്ചിനീയർമാർ തന്നെ നവീകരണ ചുമതല ഏറ്റെടുത്തു. തദ്ദേശ വകുപ്പിന്റെ അംഗീകാരം നേടിയെടുക്കലിനും കാലതാമസമുണ്ടായി. അധികം വൈകാതെ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് സിനിമാ പ്രേമികൾക്കുള്ളത്. നഗരഹൃദയത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കേണ്ട തിയേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. സിനിമ കാണാനെത്തുന്നവർക്ക് മാത്രമല്ല, ഈ തിയേറ്ററിനെ ഉപജീവന മാർഗമാക്കിയ നിരവധി കുടുംബങ്ങളെ കൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നത് ബാധിക്കുക.
അടിയന്തര ഇടപെടൽ ഇവിടെയും അനിവാര്യമാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. തൃശ്ശൂരിൽ ഫോം റെയിൻ, അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് ഈ പദമഴ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്. 24 ബ്രേക്കിംഗ്. ആദ്യം ചില ദൃശ്യങ്ങൾ കാണാം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് കാണുമ്പോൾ ആളുകൾക്ക് ചിലപ്പോഴൊരു ആശങ്കയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധാരണ പതിവില്ലാത്തൊരു കാഴ്ച, അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഇതൊരു സാധാരണയായി ഒരു പ്രത്യേക കാലാവസ്ഥയിൽ രൂപപ്പെടുന്ന ഒന്ന് എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല. എന്താണ് സൂരജ് സജി വിവരങ്ങൾ? തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒന്നും തന്നെ ഇല്ല. ഒരു പ്രത്യേക കാലാവസ്ഥയിൽ രൂപപ്പെടുന്നതാണ് ഈ പദമഴ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് ഇപ്പോൾ ഈ അപൂർവ കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇന്ന് തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ വൈകുന്നേരത്തോടു കൂടി നല്ല മഴ പെയ്തിരുന്നു. ഇതിനിടയിലാണ് അമ്മാടം, കോടന്നൂർ മേഖലകളിൽ ഈ ഫോം റെയിൻ, അതായത് പദമഴ രൂപപ്പെട്ടത്. അതായത് കാലാവസ്ഥാ നിരീക്ഷകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2 സാധ്യതകളാണ് ഇത്തരത്തിൽ ഈ ഫോം റെയിൻ രൂപപ്പെടാനുള്ള ഇടയാക്കിയ കാര്യം അവർ പറയുന്നത്. ഒന്നുകിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മരങ്ങളുടെ മുകളിൽ, പ്രത്യേക മരങ്ങളുടെ മുകളിൽ ഇത് പതിക്കുന്ന സമയത്ത് ഈ മരങ്ങളിൽ നിന്ന് ഒരു സോപ്പിന്റെ അംശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഈ വെള്ളവും ആ സോപ്പിന്റെ അംശവും ചേരുന്ന സമയത്ത് അത് പ്രത്യേക തരത്തിൽ ഈ പതയായി രൂപമാറ്റം സംഭവിക്കുകയും അത് പിന്നീട് ഈ കാറ്റിനൊപ്പം എത്തുകയും ചെയ്യുന്നതാണ് ഒരു രീതി. രണ്ടാമത്തേതായി പറയുന്നത്, ഏതെങ്കിലും ഒരു ഫാക്ടറിയോ മറ്റേതെങ്കിലും ഒരു മലിനമായ ഒരു സാഹചര്യമോ ഉണ്ടെങ്കിൽ അവിടെയും ഈ വായുവും മഴയും ചേരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പദമഴ രൂപപ്പെടാം എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ 2 സാഹചര്യങ്ങളാണ് ഇതിൽ കൽപ്പിക്കുന്നത്. ഈ മേഖലകളിൽ സ്വാഭാവികമായി മരത്തിൽ നിന്നായിരിക്കാം ഇത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. എന്തായാലും അപൂർവ കാഴ്ചയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു അപൂർവ കാഴ്ചയാണ് ഇപ്പോൾ ഈ അമ്മാടം, കോടന്നൂർ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര, അത് ലഹരിക്കും അക്രമത്തിനുമെതിരായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന കേരള യാത്ര, അത് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഓവർ ടു SKN. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. ഒരിക്കൽ ഇതിൽ പെട്ടുപോയാൽ പിന്നെ ഒരു മാനസികമായി സമതല തെറ്റിയതുപോലെ ഒരു സൈക്കിക് പ്രശ്നമുള്ള ഒരാളിനെ പോലെയായിരിക്കും ആളുകൾ പെരുമാറുക. നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം, 1-2 കുട്ടികളുള്ളൊരു വീട്ടിൽ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ പോകുമ്പോൾ വരാന്തയിലും സ്കൂളിൻ്റെ റോഡിലുമൊക്കെ നിന്ന് ആളുകൾ ഈ കുട്ടികൾക്ക് ചില മിഠായി കൊടുക്കുക, മിഠായിൽ ലഹരി ഉൾപ്പെടുത്തുക, പിന്നീട് അത് രാസലഹരിയിലേക്ക് മാറുക, കുട്ടികൾ അവസാനം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ പെരുമാറുക. എത്ര പ്രതീക്ഷയോടെയാണ് രക്ഷകർത്താക്കൾ ഇതിൽ ആശങ്കപ്പെട്ടിരിക്കുന്നത്. ഈ അമ്മമാരുടെ ആളലൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല. കേരളത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, MDMA പോലെ മാരകമായ ഒരു ലഹരിയുടെ പിൻബലമില്ലെങ്കിൽ പെറ്റമ്മയുടെ നേരെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാനൊന്നും മലയാളി തയ്യാറാകില്ല. മലയാളി ജനസമൂഹം എന്ന് പറഞ്ഞാൽ ഈ വളരെ ശക്തമായ കുടുംബ ബന്ധങ്ങളുള്ള, ദാർഢ്യമുള്ള കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് ഈ മക്കൾക്ക് മനസ്സിലാകുന്നില്ല അച്ഛൻ ആരാണ്, അപ്പച്ചൻ ആരാണ്, അപ്പച്ചൻ്റെ ദേഹത്ത് കത്തി കുത്തിയിറക്കാൻ പാടില്ല. ചില അമ്മമാരൊക്കെ നമ്മോട് പറയുന്നൊരു കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഒരു മകൻ വീട്ടിന് പുറത്തിറങ്ങിപ്പോയി രാത്രിയിൽ മടങ്ങി വരുമ്പോൾ അവൻ വാതിൽ മുട്ടുമ്പോൾ അവൻ്റെ വാതിൽ തുറക്കാൻ പേടിയാണ് അമ്മമാർക്ക്. കാരണം അവൻ കൊലക്കത്തിയുമായിട്ടാണോ വരുന്നത്, അവൻ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തു കളയുമോ എന്നൊക്കെ പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിന്ന് വളരെ
നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്. ഞാൻ സാധാരണ അത്ര ആശങ്കപ്പെട്ടു പോകുന്നൊരു മാധ്യമപ്രവർത്തനമൊന്നുമല്ല. എത്രയോ പ്രതിസന്ധികൾ ഈ 4 പതിറ്റാണ്ടുകൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ വലിയ പ്രതിസന്ധി, കോവിഡ് പോലെ എത്രയോ പ്രതിസന്ധികളെ മലയാളി കടന്നു പോയിട്ടുണ്ട്. പ്രളയം വന്നു, അപ്പോഴൊക്കെ നമ്മൾ കണ്ടു മലയാളി ഒന്നായി ചേർന്നുകൊണ്ട് ഈ പ്രളയത്തെ അതിജീവിക്കുന്ന നമ്മൾ കണ്ടു. കോവിഡ് കാലം ഏതാണ്ട് 20 മാസക്കാലമാണ് മലയാളി കോവിഡിനോട് അടരാടിയത്. ഒരു രോഗം മുഴുവൻ ഇങ്ങനെ അമേരിക്ക പോലെയുള്ള വലിയ നഗരങ്ങളിലുമൊക്കെ തന്നെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഒരു ജീവൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അടരാടി. നിങ്ങളറിയേണ്ടത് ഈ 20 മാസക്കാലം 4-5 ദിവസങ്ങൾ ഒഴിച്ച് എല്ലാ ദിവസവും നമ്മുടെ മലയാളി വീട്ടുകളിൽ ഒരു ധൈര്യം ഉണ്ടാക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കാനും മോർണിംഗ് ഷോ നടത്തിയ ഒരാളാണ് ഞാൻ. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യം, ഈ 4-5 ദിവസം ക്വാറന്റൈനിൽ ഞാൻ വീട്ടിൽ കഴിയേണ്ടി വന്നപ്പോഴും ഞാൻ കോവിഡിനെ കുറിച്ച് സംസാരിച്ചു, ഈ മോർണിംഗ് ഷോ ചെയ്യുകയും ചെയ്തു. സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് ഫൈബർ ഉപയോഗിച്ച് നമ്മൾ സംപ്രേഷണം ചെയ്തു. കാരണം എന്നോട് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കോവിഡ് ബാധിച്ച് ക്വാറന്റൈൻ സമയത്തൊക്കെ ഇങ്ങനെ പ്രക്ഷേപണത്തിന് ഇറങ്ങിയാൽ നിങ്ങൾ മരിച്ചു വീണാൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പത്രത്തിൽ വാർത്ത വരുമെന്നല്ലാതെ മറ്റെന്താ നിങ്ങൾ നേടാൻ പോകുന്നത്? നമ്മൾ ഒരിക്കലേ മരിക്കൂ. ഒരു ഭീരുവാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ മരിക്കുമെന്ന് വിവരമുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഈ കോവിഡ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ 2ആയി മുറിച്ചു മാറ്റുകയാണ്. കോവിഡിന് മുമ്പ്, കോവിഡിന് പിമ്പ് നമ്മൾ മലയാളി ജനസമൂഹം ലോകത്ത് നമ്മളെപ്പോലെ കുടുംബ ബന്ധങ്ങളെ ആദരിക്കുന്ന, കുടുംബ ബന്ധങ്ങളോട് ഒരു വാത്സല്യമുള്ള ഒരു ജനസമൂഹം വേറെ ലോകത്ത് എവിടെയും ഇല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സ്മാർട്ട് ഫോണും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മളിതെല്ലാം കൈവിട്ടു. നമുക്ക് ശരിക്കും അച്ഛനും മക്കളും ഒന്നും സംസാരിക്കുന്ന വീടുകളല്ല, ഈ വീട്ടിലെ സാഹചര്യവും അതല്ല. കാരണം ഓരോ ആളും ഇപ്പം നമുക്കറിയാം വാട്സപ്പിൽ കഞ്ഞി കുടിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന വീടുകളാണ് കൂടുതലും. കാര്യം തൊട്ടടുത്ത മുറിയിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ പോകുന്നു, അടുക്കളയിൽ നിന്ന് ചായയ്ക്ക് മധുരം ഇടാൻ വാട്സപ്പിൽ പറയുന്നു. നമ്മൾ ടെക്നോളജി കൊണ്ട് അങ്ങേയറ്റം എത്തിയ ആൾക്കാരാണ്, പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ ഇങ്ങേയറ്റം പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ 3 ജില്ലകൾ ഏതാണ്ട് 14 ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഒരു യത്നമാണ് നമ്മൾ നടത്തുന്ന ഒരു കേരള പര്യടനം എന്ന് പറയും. സാധാരണ കക്ഷി രാഷ്ട്രീയക്കാർ ചെയ്തൊരു പര്യടനം പോലെ അല്ല ഞാനിത് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയോട് ഈ പര്യടനം തുടങ്ങിയ ദിവസം തന്നെ ഒരു ലൈവായിട്ടൊരു അഭിമുഖം ഞാൻ സംപ്രേഷണം ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ അങ്ങയുടെ കാര്യക്ഷമതയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് കേസായിട്ട് ഈ ഒരു പ്രശ്നം SK നടത്തുന്ന യാത്ര അതിപ്പോൾ തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് എത്തിയിരിക്കുന്നത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന ഈ കേരള യാത്രയുടെ പൂർണ്ണരൂപം അത് പ്രേക്ഷകർക്ക് കാണാം. അതിന് 24ൻ്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണരൂപം ലഭ്യമാണ്. പ്രേക്ഷകർ അതുകൂടി ഓർക്കുക. എറണാകുളത്ത് കാറ്റിലും മഴയിലും വീട് തകർന്നു. ഫോർട്ട് കൊച്ചി മുണ്ടംവേലി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന് സമീപത്തെ സുനിൽകുമാറിന്റെ വീടാണ് തകർന്നത്. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, വിശദാംശങ്ങൾ എന്താണ് ശ്യാം? റീജിത്ത്, ഇന്ന് വൈകുന്നേരം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സുനിൽകുമാറിന്റെ വീട് തകർന്നത്. മഴയേക്കാൾ വേഗത്തിലുള്ള കാറ്റാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നത്. തീരപ്രദേശമായതിനാൽ കാറ്റിന്റെ ശക്തിയും വളരെ കൂടുതലായിരുന്നു. ഈ വീട് തകരുന്ന സമയത്ത് വീടിനുള്ളിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. വീടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വീടിന്റെ ഷീറ്റുകൾ ഇളകുന്നത് കണ്ടതോടെ ഇവർ പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വീട് തകർന്നു വീണത്. ഏതായാലും അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. നിലവിൽ അവിടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തുകയും വീട് തകർന്നവരെ ഇപ്പോൾ ഇന്ന് താൽക്കാലികമായി പുനരധിവസിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഇനി 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് പുരസ്കാരം. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഛത്തീസ്ഗഡിൽ നിന്ന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം. റിജിത്ത്, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന പ്രത്യേകതയും ഈ തവണത്തെ പുരസ്കാരത്തിലൂടെ ഉണ്ട്. ചെറുകഥാകൃത്ത്, കവി, ഉപന്യാസകാരൻ തുടങ്ങിയ മേഖലകൾക്കൊപ്പം തന്നെ സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥിരമായി എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. ഹിന്ദി സാഹിത്യ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായി തന്നെ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്
അദ്ദേഹം. പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് ശുക്ല എന്ന പ്രത്യേകതയുമുണ്ട്. 11 ലക്ഷം രൂപയും സരസ്വതി വിഗ്രഹവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. പ്രതിഭ റേയുടെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ മാധവ് കൗശിക്, ദാമോദർ മൗസോ, പ്രഭാവർമ്മ, അനാമിക, എ കൃഷ്ണറാവു, പ്രഫുൽ ഷിദേദാർ, ജാങ്കി പ്രസാദ് ശർമ്മ, ഒപ്പം തന്നെ ജ്ഞാനപീഠം ഡയറക്ടർ മധുസൂദനൻ ആനന്ദ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇത്തവണത്തെ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആവശ്യത്തിന് അധ്യാപകരില്ലാതെ പ്രതിസന്ധിയിലായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലാബ് വിദ്യാർത്ഥികൾ. 200-ലധികം വിദ്യാർത്ഥികൾക്കാകെയുള്ളത് വിരലിലെണ്ണാവുന്ന അധ്യാപകർ മാത്രമാണ്. ഒപ്പം മതിയായ ലാബുകൾ ഇല്ലാത്ത പ്രശ്നവുമുണ്ട്. പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതോടെ സമരമുഖത്തേക്കിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് ലാബ് വിദ്യാർത്ഥികൾ. BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിക്കുന്ന 130 വിദ്യാർത്ഥികളാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ളത്. കൂടാതെ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന 99 വിദ്യാർത്ഥികളും. ഇവർക്ക് ആകെയുള്ള അധ്യാപകരുടെ എണ്ണം കേട്ട് ഞെട്ടരുത്, വെറും 3 പേർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2009-ലാണ് BSc MLT കോഴ്സ് ആരംഭിക്കുന്നത്. വർഷം 15 കഴിഞ്ഞിട്ടും സ്വന്തമായി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്നവരെ കൂടി ചേർത്താൽ ആകെ 229 വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. സർവകലാശാല മാനദണ്ഡമനുസരിച്ച് 12 അധ്യാപകർ വേണം. എന്നാൽ ഇവിടെയുള്ളതാകട്ടെ 3 അധ്യാപകർ മാത്രം. ഇപ്പോൾ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ലെറ്റേഴ്സും കാര്യങ്ങളും നിവേദനങ്ങളും ഇപ്പോൾ ഞങ്ങൾ ഹെൽത്ത് മിനിസ്റ്റർക്ക് വരെ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്റർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് DMEക്ക് ഫോർവേഡ് ചെയ്യും. ഇവിടെ എന്ത് ലെറ്റർ ആർക്ക് കൊടുത്താലും എല്ലാം DMEക്ക് ഫോർവേഡ് ചെയ്യും. DMEയുടെ അവിടെ നിന്ന് പിന്നെ ഒരു നടപടി ഉണ്ടായി കണ്ടിട്ടില്ല. ഒരു അധ്യാപകനെങ്കിൽ ഒരു അധ്യാപകൻ, അത് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യം. ഞങ്ങൾക്കും DMLT-കാർക്കും കൂടെ കൂടിയിട്ട് 3 അധ്യാപകരുള്ളൂ എന്ന് പറയുന്നത് തന്നെ അത് വെച്ചിട്ട് നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. ചുരുങ്ങിയത് 6 ലാബുകളെങ്കിലും വേണ്ടിടത്താണ് ഒരൊറ്റ ലാബ് പോലും ഇല്ലാത്തത്. MBBS വിദ്യാർത്ഥികളുടെ ലാബാണ് നിലവിലെ ആശ്രയം. നമുക്ക് അധ്യാപകർ എന്ന പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലാബുകൾ. ഈ ലാബുകളിൽ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ലാബ് അസിസ്റ്റൻ്റ് അത്യാവശ്യമുണ്ട്, പക്ഷെ അവിടെ അങ്ങനെ ഒരാളില്ല. ഈ ലാബ് അസിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ വേണ്ട എക്സാമിന് വേണ്ട റിയേജൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യേണ്ടതും അവിടെയുള്ള ക്ലീനിങ്ങും എല്ലാം ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എക്സാമിൻ്റെ തലേദിവസം വരെ നമ്മൾ തന്നെ അവിടെ വന്ന് റിയേജൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈമില്ല. +2-ന് ഉയർന്ന മാർക്ക് വാങ്ങിയാണ് വിദ്യാർത്ഥികൾ MLT കോഴ്സ് പഠിക്കാൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. വാർഷിക ഫീസായി 20,000-ലധികം രൂപയും നൽകുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. പരാതി പറഞ്ഞു മടുത്താണ് കഴിഞ്ഞ ദിവസം സൂചനാ സമരം നടത്തിയത്. സർക്കാരും ബന്ധപ്പെട്ടവരും ഇനിയെങ്കിലും ഇടപെടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. വിദ്യാർത്ഥികളുടെ പരാതി DMEക്ക് കൈമാറിയെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുടെ പ്രതികരണം. പരിഹാരം ഇനിയും വൈകിയാൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അവർ നേരിടുന്ന ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾ വിശദീകരിക്കുന്നു. അടിസ്ഥാന സൗകര്യത്തിന്റെ അഭാവം അതടക്കം ചൂണ്ടിക്കാട്ടുന്നു. ആവശ്യത്തിന് അധ്യാപകരില്ലാത്തത് ഏത് തരത്തിലാണ് അവരെ ബാധിക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്, അതിലേക്ക്. ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ BSc ആയാലും DMLT-കാരായാലും നല്ല പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിയിട്ടാണ് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അത്രയും റെപ്യൂട്ടേഷൻ ഒരു കോളേജാണ്. നല്ല രീതിക്ക് മാർക്കുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ 96% മുകളിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയും ഞങ്ങൾ ഇതിനും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ MLT-കാർക്ക് വേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ എങ്ങനെയായാലും ഫാക്കൽറ്റീസ് വരും. അപ്പോൾ അതിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പണിയാണ് നടക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ LTCയുടെ ബാക്കിലായിട്ട് ഇപ്പോഴും ഫയറിംഗ് നടന്നൊരു സ്ഥലമുണ്ട്. പക്ഷെ അതിനൊരു മുന്നോട്ടൊരു പണി പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ പ്രിൻസിപ്പളിനെ അതുപോലെ വൈസ് പ്രിൻസിപ്പളിനെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. ഒരു ദിവസം സൂചനാ സമരം എന്നുള്ള രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും പഠിപ്പ് മുടക്കിക്കൊണ്ട്, അതുപോലെ നിങ്ങൾക്കറിയാം മെഡിക്കൽ കോളേജിൽ ഭൂരിഭാഗം എല്ലാ ലാബുകളിലും ഞങ്ങൾ തന്നെയാണ് പോസ്റ്റിങ്ങിൽ എല്ലാ കാര്യത്തിനും നിൽക്കാറുള്ളത്. അപ്പം അവിടുത്തെ പണി അടക്കം മുടക്കിയിട്ടാണ് ഞങ്ങൾ അന്ന് ആ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം തീവ്രമാണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അന്ന് അറിഞ്ഞതാണ്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.